ഗായ്സ്, അപ്പോൾ ഇന്ന് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വെൽക്കം. അപ്പോൾ നമ്മൾ ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ അയോധ്യ പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അയോധ്യ പോയപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സാധനങ്ങളൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്ത് നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാൻ വെച്ചു. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ക്യാമറ ഒന്ന് സെറ്റാക്കട്ടെ കേട്ടോ. ഞാൻ കുറച്ചധികം സാധനങ്ങൾ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് സാധനം ഇപ്പം ഇടയിലില്ല. അതാണ് എൻ്റെ അവിടെ വേറെ വീടാണ്, അതിപ്പോൾ ഇവിടെ കാണിച്ചില്ല. ഫസ്റ്റ് ഉണ്ട് എൻ്റെ എന്നിട്ട് കുട്ടി കയ്യിലെടുക്കുന്ന ഈ കറുത്ത മുത്തുകൾ കണ്ടോ, കറുത്ത വെള്ള മുത്ത്. ഈ സാധനം എനിക്ക് കാണിച്ചു തരാൻ സമ്മതിക്കുന്നില്ല ഗൈസ്. ഇതിൽ കിലുക്കുണ്ട്, കിലുക്കം കണ്ടില്ലേ? മറ്റേ കിലുക്കല്ല, അങ്ങനെ 2 എണ്ണം 10 രൂപയ്ക്ക് എനിക്ക് 2 എണ്ണം കിട്ടിയിരുന്നു ഗൈസ്. അയോധ്യ എന്നാണ് ഇതൊക്കെ വാങ്ങിച്ചിട്ട്. അയോധ്യ ടൗണിൽ നിന്ന് ഇത് എന്തോ വലിയ കാര്യം നോക്കുന്നത്. അപ്പോൾ അത്ര സാധനം ഗൈസ്. അടുത്തതായിട്ട് വന്നിട്ട് ഒരു സ്മൂതി കൂടെ കൊണ്ടുവയ്ക്കാൻ. എനിക്ക് ഇങ്ങനത്തെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇവിടെ പോലും ഇങ്ങനത്തെ സോഫ്റ്റ് ഉണ്ടോ എന്നാണ് നോക്കുക. ക്രഞ്ചീസ് അവിടെ ഉണ്ടായിരുന്നില്ലേ, കുറേ തപ്പിയില്ല. അവിടെ ക്രഞ്ചീസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഉണ്ടല്ലേ, ഇങ്ങനെ 2 ക്യൂട്ടായില്ലേ. ഒന്ന് എനിക്കും ഇടയ്ക്കിടയ്ക്ക് ലൈറ്റ് കൂട്ടാം, നിങ്ങൾ വേണ്ടക്കട. ഒരു 2 എണ്ണം ഉണ്ട്, എനിക്കും ഒന്ന് സിയയ്ക്കും ഉണ്ട്. ഞാൻ ഇതോടെ വെക്കാണ്, മറ്റേക്കാണ്. ഇടയ്ക്കൊരു കൈ വന്നതൊക്കെ കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് ഒരു കുഞ്ഞ് കണ്ണടയാണ്. അതിവിടെ കുറേ എനിക്കൊരു കണ്ണട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കണ്ണട പൊട്ടിക്കണമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ അവർക്കൊരു കണ്ണട വാങ്ങിച്ചാണ് അവർക്ക്. അപ്പോൾ അത് വാങ്ങിച്ചപ്പോൾ എൻ്റെ കണ്ണട പോയി, എൻ്റെ കണ്ണട കാണുന്നില്ല. ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത്, വേറെ കേട്ടോ. ഇതുണ്ടോ, കൂളിംഗ് ഗ്ലാസ് പറയുന്നില്ല, മാറ്റി വെച്ച് ഞാനത്. പിന്നെ ദേവക്കിന് ഇതുപോലത്തെ ഒരു വേറെ കണ്ണട കേട്ടോ. അടുത്ത പ്രൊഡക്റ്റ് കണ്ണട വെച്ചല്ലോ. അടുത്തത് ഒരു കയ്യിലിടുന്ന ഇത് എനിക്കല്ല, ദേവക്കിന് വാങ്ങിച്ചിട്ടോ. ഓം എന്നൊക്കെ എഴുതി, ഞാൻ അങ്ങനത്തെ ഇടൂല കേട്ടോ, അതുകൊണ്ട് ഞാനത് കാണിക്കാം. പിന്നെ ഞാനില്ലേ ടച്ചിൻ്റെ നോക്കിയിട്ട് ഭയങ്കര വില കേട്ടോ. ഞാൻ ട്രെയിനിൽ നിന്നൊക്കെ വാങ്ങാൻ നിർത്തും, പിന്നെ കിട്ടിയില്ല. ഞാൻ ഇങ്ങനത്തെ വരണം. ദേവനൊരു വാച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ദേവന് വാച്ചൊക്കെ ഇടുന്നതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ഒരു എടുത്തുന്നുള്ളൂ. പിന്നെ വന്നിട്ട് എൻ്റെ സാധനമാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെയൊക്കെ തൂക്കിപ്പോകാൻ. പക്ഷേ അധികം ഒട്ടും വെയിറ്റഡ് ആണെങ്കിൽ ഇത്രയും കട്ടി കുറഞ്ഞ ചെയിനാണ് അതിനുള്ളത്. അതുകൊണ്ട് ഒട്ടും സാധനത്തിൽ ഇടാൻ പറ്റില്ല. കുറച്ച് വെയിറ്റ് കുറഞ്ഞ സാധനം മാത്രമേ ഇടാൻ വഴിയുള്ളൂ. ചെയിനൊക്കെ വെച്ച് പൊട്ടിക്കുന്നത് ഗൈസ്. 100 രൂപയായിട്ട് ഇതിന് പേശി ഇത്രയും കിട്ടിയതാണ്. പിന്നെ വന്നിട്ട് എനിക്കും ശരിക്കും എനിക്ക് മാല ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനത്തെ മാല കേട്ടോ, മുത്തുമാല. അപ്പോൾ ഇങ്ങനത്തെ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരെണ്ണമല്ല, 2 എണ്ണം ഉണ്ട്. ഇപ്പോൾ ഒന്ന് എൻ്റെ കൈ കിട്ടിയിട്ടുള്ളൂ. പിന്നെ അതാ ഇങ്ങനത്തെ ഒരു പൂമ്പാറ്റയുടെ കുഞ്ഞ് ബട്ടർഫ്ലൈ, എന്താ എവിടെ ഫോക്സ്, ഒരു കുഞ്ഞ് ബട്ടർഫ്ലൈയുടെ കീച്ചെയിൻ, കമ്മൽ വാങ്ങിച്ചിട്ടുണ്ട്. സിയയ്ക്ക് വാങ്ങിച്ചു കേട്ടോ ഞാൻ. സിയയ്ക്കല്ല, എൻ്റെ ഫ്രണ്ടിന് വാങ്ങിച്ചാണ്. എനിക്ക് പെട്ടെന്ന് എപ്പോഴും ഇങ്ങനെ സിയ എന്ന് പറയുന്നുണ്ട്, സിയ വിളിക്കുന്നതാണ്. ഇതെൻ്റെ ചിറ്റയ്ക്ക് വാങ്ങിച്ചു കേട്ടോ ഞാൻ. നിധിയുടെ ഈ ഇത് അമ്മയ്ക്ക് വാങ്ങിച്ചാണ് ഞാൻ. ഇതൊരു കമ്മലുണ്ട്. അവിടെ എല്ലാവരും ഭയങ്കര വില കുറവായതുകൊണ്ട് ഇത് എനിക്ക് വാങ്ങിച്ച റിങ്ങാണ് കേട്ടോ. 20 രൂപയേ ഉള്ളൂ. ഞാനിപ്പോൾ ഈ കുഞ്ഞി കമ്മലൊക്കെ 20 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നൊരു മയിൽപ്പീലിയുടെ കുഞ്ഞ് സ്റ്റഡാണ്. എനിക്ക് സ്റ്റഡാണ് കേട്ടോ ഇഷ്ടം, അതുകൊണ്ട് ഞാൻ ഈ സ്റ്റഡ് വാങ്ങിക്കണേ. ഇനി ഇത് എനിക്കുള്ള പൂമ്പാറ്റയുടെ കമ്മൽ. മറ്റേ ഇഷാനിക്കാണ് ഞാൻ പൊട്ടിക്കാഞ്ഞത്. പിന്നെ ഇത് കുഞ്ഞ് പൂമ്പാറ്റയുടെ കമ്മല കേട്ടോ. ഇത് ഞാൻ ഇഷാനിക്കാന്ന് പറഞ്ഞാൽ എടുത്തത്. പക്ഷേ വീട്ടിലെത്തുമ്പോൾ എനിക്ക് കൊടുക്കുന്നില്ല, ഞാൻ തന്നെ എടുത്തു ഞാൻ എടുക്കുക. പിന്നെ ഇത് നല്ല മാല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിച്ച മാല കേട്ടോ. മുത്തിന് തന്നെ കുറച്ച് ഹാങ്ങിങ്ങുള്ള വെയിറ്റുള്ള മാലയാണ്. വീഡിയോ എടുക്കാൻ സമയം അവളെ കൊണ്ടാക്കിയതാണ് ഞാൻ, വേറൊന്നും സമയത്തില്ല. ഇത് നല്ല രസമുള്ള വളയാട്ടോ. ഞാൻ അങ്ങനെ ഇടുമോ ചോദിച്ചാൽ ഇടും, പക്ഷേ എപ്പോഴും ഒന്നും ഇടൂല. അങ്ങനത്തെ ഒരു കുഞ്ഞു തന്നെ നല്ല വലിയ തന്നെ വളയാണ്. ഇത് ഇട്ടിട്ട് വേണമെങ്കിൽ ഞാൻ വേറെ വീഡിയോ കാണിച്ചു തന്നെയാണ്, ഇപ്പം ഇടുന്നില്ല. പിന്നെ ഒരു വള ഉണ്ട് കേട്ടോ, എനിക്ക് അങ്ങനെ വള ഇടുന്ന ഇഷ്ടമില്ല. എനിക്ക് വള പെട്ടെന്ന് ചെറുതാവുമ്പോൾ കയറില്ല പെട്ടെന്ന് തന്നെ. ഇനി ഇങ്ങനത്തെ തുറക്കണ ടൈപ്പ് കാണിച്ച്, അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിൽ ഇടാലോ. പിടി കാണിച്ചു പോകുന്നത്, അത് അധികം ഒന്നും പറയാനും കണിയാനൊന്നും ഇല്ലാതുകൊണ്ടാണ്. ഇനി 10 രൂപയ്ക്ക് എനിക്ക് ട്രെയിനിൽ നിന്ന് കിട്ടിയ കീച്ചേനാണ് ഇത്. ഇതുമല്ല, ഞാൻ ഒരെണ്ണം കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനത്തെ കല്ലിൻ്റെ ഉണ്ടാവും, പക്ഷെ അത് കല്ലിൻ്റെ എവിടെയും കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ കിട്ടിയ ഒരെണ്ണം എടുത്ത് വാങ്ങിച്ചാണ്. റേറ്റ് ഒന്നും ഞാൻ പറയുന്നില്ല, ഊഹിക്കാവുന്നേ ഉള്ളൂ നിങ്ങൾക്ക്. ഇതും ഞാൻ ചിറ്റയ്ക്ക് വാങ്ങിച്ച കമ്മൽ തന്നെയാണ്. ഫോക്കസ് കിട്ടണില്ല, ഇടയ്ക്ക് ഇരിക്കുന്ന ലൈറ്റ് വേണണ്ട, നല്ല രസമല്ലേ ലൈറ്റ് വേണം, അതുകൊണ്ട് ഞാൻ അങ്ങനെ ആക്കിയത്. ഇത് ഞാൻ സിദ്ധുവിന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരു റുബിക്സ് ക്യൂബിൻ്റെ കീച്ച്. നല്ല രസം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത്, അതുകൊണ്ട് ഞാൻ അവന് വാങ്ങിക്കാണ്. അവിടെ നമ്മൾ വിചാരിക്കുന്നവരൊന്നല്ല ഗൈസ്, അവിടെ വാങ്ങാൻ പറ്റിയതായിട്ട് സാധനങ്ങളൊന്നും ഇല്ല.
ഞാൻ വെച്ച് കുറേ സാധനം കടയ്ക്ക് ഉണ്ടാവുന്നു, അത് പറ്റിയതുപോലെ ഇല്ല. നമ്മൾ ആലോചിക്കുന്ന പോലത്തെ കടകളൊന്നും അവിടെ ഇല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ അധികം ഇത് ഞാൻ ആദ്യം കാണിച്ച സാധനത്തിൻ്റെ തന്നെ ഡബിൾ എക്സ്ട്രാകളാണിത്. പിന്നെ അടുത്ത് എനിക്ക് കുഞ്ഞ് ജിമിക്കാണ്. എനിക്ക് തന്നെ വാങ്ങിച്ചേട്ടോ ഞാൻ. ക്യൂട്ട് ജിം 20 rupees ഓൺലി ഓർഡർ ചെയ്യരുത്. പിന്നെ ഇത് കൃഷ്ണനെ കണ്ടില്ലേ നിങ്ങൾ, ഇതുപോലത്തെ എത്ര എണ്ണം ഉണ്ട് എൻ്റെ കയ്യിൽ? 6 എണ്ണം ഉണ്ട്. അതില്ലേ 100 രൂപയ്ക്ക് 3 എണ്ണം അങ്ങനെ കൊണ്ടുവന്നപ്പോൾ വാങ്ങിച്ചാണ്. ഇതൊരു വാച്ച് തന്നെ, ആദുവിന് ദേവൻ്റെ പോലെ തന്നെ വേറൊരു വാച്ചാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഏറ്റവും ലാസ്റ്റായിട്ട് വരുന്നത് ഞാൻ ആദുവിന് വാങ്ങിച്ച കീ ചെയിനാണ്. കണ്ടോ, ഫോക്കസ് കിട്ടണില്ല, ക്യൂട്ടായില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഇപ്പോൾ നിലവിൽ ഞാൻ വാങ്ങിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇത്രയും സാധനമുണ്ട്. അപ്പോൾ എല്ലാ സാധനവും നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചേട്ടാ ബൈ. എന്തായാലും ക്യൂസിൻ്റെ ചോദിച്ചോ.